നമുക്ക് ഈ സൂമിലൂടെ നമ്മുടെ ക്ലാസ്സിനായി ഒത്തുകൂടുക. ദൈവമായ കർത്താവ് ഒരുക്കിയ ഈ വിലപ്പെട്ട സമയത്തിന് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അബു സാറിന്, കുടുംബത്തിന്, ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും കർത്തൃനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴ പലയിടങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ ഉച്ച തുടങ്ങിയ മഴ, ഏതാണ്ട് 2 മണിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയ മഴ ഇതുവരെ ശമിച്ചിട്ടില്ല എന്ന് പറയും. ശക്തി കുറഞ്ഞിട്ടുണ്ട്. ചാറ്റൽ മഴ മാത്രമായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു പുറത്തെ സാഹചര്യങ്ങൾ. ഈ അതിശക്തമായ മഴയ്ക്കകത്ത് ഞാനും വൈഫും കോതമംഗലം ടൗണിലായിരുന്നു. കാരണം വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്, പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പോയതാണ്. മഴ മാറുമെന്ന് വിചാരിച്ചു, പക്ഷേ സന്ധ്യ വരെ മാറി. അങ്ങനെയാണ് വന്ന് കയറിയത്. എന്തായാലും കുഴപ്പമില്ല, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ഇവിടെ അബു സാർ പറഞ്ഞ പോലെ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ചൊവ്വാഴ്ച രാവിലെ 10:15 മണി കഴിയുമ്പോൾ ഞങ്ങൾ കുടുംബമായി മകന്റെ അടുത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. പിറ്റേ ദിവസം ഏതാണ്ട് 3 മണിയോടുകൂടെ ഞങ്ങൾ ടൊറന്റോയിൽ ചെല്ലും. എല്ലാ വിദ്യാർത്ഥികളും യാത്രയോർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പേഴ്സണൽ ഒരു വാക്ക് യാത്രയുടെ കർത്താവിന്റെ കരുതലിനും സൂക്ഷിപ്പിനുമായും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. കാരണം ഞങ്ങൾ അവിടെ ചെല്ലേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുടെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അടുത്ത 3-ാം തീയതി ജൂൺ 3-ന് എൻ്റെ മകനെ ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ അതിനു മുമ്പ് ഞങ്ങൾ ചെന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഇത്രയും ധൃതി പിടിക്കുന്നത്. എങ്കിലും ഞങ്ങളുടെ അല്പം ഡിലേ ആയി കാര്യങ്ങളുടെ എല്ലാം വർക്കുകൾ തീരാൻ. അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ ക്ലാസ് അവിടെ ചെന്നും തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതൊരു തടസ്സമില്ല എന്ന് അറിയാമല്ലോ. ലോകത്തെവിടെയായിരുന്നാലും നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. നമ്മൾ ഇനിയും നടത്തുന്ന ക്ലാസ്സുകളിൽ ഓൺലൈൻ ക്ലാസ് എന്നുള്ളത് എന്നും നമ്മുടെ ഒരു ഭാഗമായിരിക്കും. കാരണം നമ്മുടെ ഒരു ഇന്റർനാഷണൽ ബൈബിൾ കോളേജാണ്. വടക്കേ ഇന്ത്യയിലുള്ളവരുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട്, അമേരിക്കയിൽ നിന്നുള്ളവർ നമ്മുടെ ക്ലാസ്സിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഇതതിൻ്റെ അന്തർദേശീയ സ്വഭാവം നമ്മളെ എല്ലാ കാലത്തും തുടരാണെന്ന് ആഗ്രഹിക്കുന്നത്. വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ, പരിമിതമായ സ്ഥലപരിമിതിക്കുള്ളിലല്ല നമ്മുടെ കോളേജ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റർനാഷണൽ എന്ന് ചേർത്തിരിക്കുന്നതിന്റെ കാരണം അതാണ്. MD കോഴ്സ് കുറെ കൂടെ വിപുലമായി നടക്കുമെന്ന് കർത്താവിൽ ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. ഓക്കെ, ഞാൻ ഇനിയും മുഖവരിയിൽ നിൽക്കുന്നില്ല. നമുക്ക് വെളി പുസ്തകം 8-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനിടയായി. ഇന്ന് നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഈ 17-ഉം 18-ഉം തമ്മിൽ വായിക്കുമ്പോൾ നമുക്ക് ചില വാക്കുകൾ കൊണ്ട് ഇത് ഒരു കാര്യമല്ലേ പറയുന്നത് എന്ന് തോന്നാം. എന്നാൽ 17-ാം അധ്യായത്തിലെ സംഭവവും 8-ാം അധ്യായത്തിലെ സംഭവവും ഒന്നല്ല, 2 സംഭവങ്ങളാണ്. 17-ാം അധ്യായത്തിൽ റിലീജിയസ് ബാബിലോൺ അല്ലെങ്കിൽ സഭാ ബാബിലോൺ, അതാണ് വിഷയം. അത് റോമാ നഗരം കേന്ദ്രമാക്കിയുള്ളതാണ്. എന്നാൽ 18-ാം അധ്യായം റോമാ നഗരം കേന്ദ്രമാക്കിയുള്ളതല്ല. മുമ്പേ പറഞ്ഞതുപോലെയുള്ള സഭ ബന്ധമുള്ളതല്ല.
8-ാം അധ്യായത്തിലെ ബാബിലോൺ കൊമേഴ്സ്യൽ ബാബിലോണാണ്. മറ്റത് എക്ലീഷിയാസ്റ്റിക്കൽ ബാബിലോൺ എന്ന് പറയും. എഴുതുന്നവർക്ക് എഴുതാം. 17-ാം അധ്യായത്തിലെ ഹെഡിങ് എക്ലീഷിയാസ്റ്റിക്കൽ ബാബിലോൺ, സഭാ ബാബിലോൺ എന്നർത്ഥം. എക്ലീഷിയ മീൻസ് ചർച്ച്. എന്നാൽ 18-ാം അധ്യായത്തിലെ വിഷയം സഭ അല്ല, അത് കൊമേഴ്സ്യൽ ബാബിലോണാണ്, വാണിജ്യ ബാബിലോണാണ്. സമ്പന്നവും വാണിജ്യ കേന്ദ്രവുമായ ഒരു ബാബിലോണിന്റെ നാശമാണ് അവിടെ പറയുന്നത്. അപ്പൊ ന്യായമായ ഒരു ചോദ്യം ഉണ്ടാകാം, ഈ ബാബിലോൺ എന്ന് പറയുന്നത് പുരാതന ഇറാഖാണ്. ഇറാഖിലെ തെക്കൻ നഗരമായ ഇന്നത്തെ ബാഗ്ദാദ് എന്ന സിറ്റിയോട് അടുത്ത സ്ഥലമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. പുരാതനമായ നെബൂഖദ്നേസറിന്റെ രാജധാനിയും തലസ്ഥാന നഗരവും ഉണ്ടായിരുന്ന ആ സ്ഥലം. പക്ഷെ ആ ബാബിലോൺ ഇന്ന് അവിടെ ഇല്ല. ബാബിലോണിന്റെ മതം അവിടെ ഇല്ല. ബാബിലോണിന്റെ വാണിജ്യമോ ധന മഹാത്മ്യമോ ഇന്ന് അവിടെ ഇല്ല. നമുക്കറിയാം, ഇറാഖ് അത്രയ്ക്ക് ദരിദ്രമായ ഒരു രാജ്യമായി മാറിയിരുന്നു. ഇറാഖ് ലോകത്തിലെ സമ്പന്ന രാജ്യമൊന്നുമല്ല. സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയെടുത്താൽ ഇറാഖും ഇല്ല. അപ്പൊ പിന്നെ ഈ 18-ാം അധ്യായത്തിൽ പറയുന്ന കൊമേഴ്സ്യൽ ആൻഡ് റിച്ച് ബാബിലോൺ എന്ന് പറയുന്നത് ആരെയാണ്? നമുക്കൊന്ന് വായിക്കാൻ കുറച്ച് വാക്യങ്ങൾ, നമുക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകണമല്ലോ. പേരുകൊണ്ട് സാമ്യം തോന്നുമെങ്കിലും വായിക്കാം. 18-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ 7-ാം വാക്യം വരെ ആദ്യം വായിക്കാം. 18-ന്റെ 1 മുതൽ 7 വരെ. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹിതിയാം ബാബിലോൺ വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവരുടെ വേശ്യാവൃത്തിയുടെ കേന്ദ്രമധ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പൊളിപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. സമ്പന്നരാകുകയും ചെയ്തു. അടുത്ത് വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവീൻ. അവളെ വിട്ട് പോരുവീൻ. അവളുടെ പാപം ആകാശത്തോളം ഒന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുക്കുവീൻ. അവൾ കലക്കിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുക്കുവീൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി കുളിച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുവീൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. ഇടയ്ക്ക് കറണ്ട് പോയി ഇവിടെ. അപ്പൊ ഇൻവെർട്ടറുമായി കണക്റ്റുള്ള ബൾബ് ഇടാനായിട്ട് ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് മാറിയതാ. കറണ്ട് പെട്ടെന്ന് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ ആധിക്യത്താൽ സമ്പന്നരായി. അപ്പൊ നേരത്തെ നമ്മൾ 17-ാം അധ്യായത്തിലെ ബാബിലോൺ മർമ്മം മഹദിയാം ബാബിലോണെ കുറിച്ച് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വായിച്ചില്ല. 17-ാം അധ്യായത്തിൽ മ്ലേച്ഛത, വേശ്യാവൃത്തി എന്ന വാക്കാണ്. ഇവിടെ ഭൂമിയിലെ വ്യാപാരികൾ അവളാൽ സമ്പന്നരായി. അപ്പൊ എന്താണ് ഈ ബാബിലോണിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ലോകോത്തരമായ ഒരു വാണിജ്യ കേന്ദ്രമാണ്. വേൾഡ് ട്രേഡ് സെന്റർ എന്നൊക്കെ പറയുന്ന പോലെ. എന്തൊക്കെയാണ് ഇവിടെ കച്ചവട ചരക്കുകൾ
നമുക്കതൊന്ന് നോക്കാം. ഇതെല്ലാം ഇവൾ വാങ്ങുന്നതാണ്. വെളിപ്പാട് 18-ാം അധ്യായം അതിന്റെ 11 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കാം. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്ര വസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കം കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷിക ദേഹം, മാനുഷ്യ പ്രാണൻ എന്നീ ചരക്കിനി ആരും വാങ്ങാകിയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ച കാര്യം. ഇവക്ക് എന്താ പറ്റാൻ പോകുന്നേ? വെയിറ്റ്. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്ന ഭാവിയിൽ? ഈ വാണിജ്യ കേന്ദ്രം ഭാവിയിൽ തകർക്കപ്പെടാൻ പോവാ. അങ്ങനെ തകരുമ്പോ മേൽപ്പറയപ്പെട്ട ചരക്കുകൾ വേറെ ആരും ഇതുപോലെ വാങ്ങാനില്ല. അതുകൊണ്ട് ഭൂമിയിലെ വ്യാപാരികൾ കരഞ്ഞു വിലപിക്കുന്നു. ഇനി നമ്മുടെ പ്രോഡക്റ്റ് ആര് വാങ്ങും? നമ്മളിത് എവിടെ കൊണ്ടുപോയി വിൽക്കും? ഇതുപോലൊരു കേന്ദ്രം വേറെ ഇല്ലല്ലോ. അപ്പോ ഇതൊരു വേൾഡ് ഫേമസ് ട്രേഡ് സെന്ററാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉൽപ്പന്നങ്ങൾ കപ്പൽ വഴി കയറ്റി അയച്ച് ഈ പറയുന്ന സ്ഥലത്താണ് കൊണ്ടുപോയി ഇറക്കുമതി ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നത് ലോകരാജ്യങ്ങൾ. അപ്പോ ഇതിനെക്കുറിച്ച് 3 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, പണ്ട് കാലത്ത് ആളുകൾ വ്യാഖ്യാനിച്ചത് ഇത് റോമ തന്നെയാണെന്നാണ്. പക്ഷെ റോമ സിറ്റി ഒരിക്കലും ഒരു ലോകോത്തര വ്യാപാര കേന്ദ്രമല്ല. ചില കാര്യങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അത് ഏത് രാജ്യവും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ചില കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, ഇന്ത്യ ചില രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. അത് ലോകത്തെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അവിടെ റോമ ഒരിക്കലും അല്ല. കാരണം കപ്പൽ അടുക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ പ്രത്യേകത, കടലിൽ കപ്പവരെല്ലാം ഭയങ്കര കരച്ചിലാണ്. കാരണം ഇത് ഒരു കൊമേഴ്സ്യൽ സെന്റർ ആയതുകൊണ്ട് അവർ ഭയങ്കര നഷ്ടത്തിലായതുകൊണ്ടാണ് അവരെല്ലാം കൂടെ കരയുന്നത്. അയ്യോ ബാബിലോണേ, നീ ഇത്ര പെട്ടെന്ന് നശിച്ചല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? നോക്കിക്കേ, 19-ാം വാക്യം ഒന്ന് വായിച്ചേ. 19. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിച്ചുകൊണ്ട് നിലവിളിച്ചു. മതി. കടലിൽ കപ്പുള്ള ആളുകൾ പൂഴി വാരി തലയിലിട്ടുകൊണ്ട് കരയുക. അയ്യോ മഹാനഗരമേ, നീ നശിച്ചു പോയല്ലോ. അപ്പൊ കാര്യം മനസ്സിലായി, ഇത് ഇറാഖല്ല. ഇറാഖ് ഒരു തുറമുഖ കേന്ദ്രമേ അല്ല. ഈ പറയുന്ന ലോകരാജ്യങ്ങളുടെ കപ്പെടുക്കുന്ന വാണിജ്യ കേന്ദ്രവുമല്ല. ഇറ്റലിയല്ല, ഇറ്റലി ഒരു വേൾഡ് ട്രേഡ് സെന്റർ അല്ല. ഇറ്റലി ഇറക്കുമതി ചെയ്യുന്നുള്ളൂ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പക്ഷെ ഒരിക്കലും ലോകത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമല്ല ഇറ്റലി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഏതാണ് ഈ സ്ഥലം? അത് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാലാനുസൃതമായി നമ്മൾ കണ്ടെത്തുകയും പുതിയ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യേണ്ടതാണ്. ഒരു പ്രവചന വ്യാഖ്യാനവും സ്ഥായിയായി സ്ഥിരമായി ഒന്നിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ വ്യാഖ്യാനം തന്നെ ഇന്ന് പറയണമെന്ന് ശഠിക്കരുത്. ഇത് ഏതാണ് സിറ്റി? ഇത് നാമത്തിൽ അറിയപ്പെടുന്നതാണ്. ബാബിലോൺ എന്ന സിറ്റിയെ റോമിലേക്ക് വന്നപ്പോൾ 7 മലവർ പണിയപ്പെട്ട നഗരമാണ്. അത് ശരിക്കും റോമ തന്നെയാണ്.
എന്നാൽ 18-ാം അധ്യായത്തിൽ പറയുന്ന നഗരം റോമാ നഗരമല്ല, ഇത് വാണിജ്യ നഗരമാണ്. കപ്പലുകൾ വന്നടുക്കുന്ന ഒരു തുറമുഖ നഗരമാണ്. ലോകോത്തര വാണിജ്യ കേന്ദ്രമാണ്. ഇനി അവര് എല്ലാ മ്ലേച്ഛതയും അവിടെയുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത, സകല അശുദ്ധ പക്ഷികളും അതിന്റെ തടവും. അതിന്റെ 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. 2-ാം വാക്യം അതിന്റെ വേറൊരു പ്രത്യേകത വായിച്ചതാ, എന്നാലും ഒന്നുകൂടെ വായിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതേ, വീണുപോയി, മഗതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ സ്ഥലവും അശുദ്ധിയും അറപ്പുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അപ്പൊ ഈ നഗരത്തിന്റെ പ്രത്യേകത അറിയാമോ? എല്ലാ അശുദ്ധിയും ഉണ്ട് അവിടെ, എല്ലാ അശുദ്ധ പക്ഷികളും ഉണ്ട് അവിടെ. അനുസരിച്ച് വിശുദ്ധിയുള്ളതൊന്നും അവിടെ ഇല്ല. മ്ലേച്ഛതയും അശുദ്ധിയും അവിടെയുണ്ട്. ദുർനടപ്പുണ്ട്. വാണിജ്യ കേന്ദ്രമാണ്. മഹാനഗരം അനേകരെ സമ്പന്നരാക്കുന്നതാണ്. ഇറ്റലിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല റോമാ നഗരമാണ് ഞങ്ങളെ സമ്പന്നരാക്കുന്നതെന്ന്. ഇവിടെ ആർക്കും പറയാൻ ഒക്കുകയില്ല. കാരണം ഇന്ത്യ തന്നെ ഒത്തിരി കാര്യങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. റോമിലെ അല്ല ഇന്ത്യ നിലനിന്ന് പോകുന്നത്. ഇറാഖിന്റെ പണം കൊണ്ടല്ല ഇന്ത്യ നിലനിന്ന് പോകുന്നത്. ചൈന നിലനിൽക്കുന്നത് റോമിന്റെ പണം കൊണ്ടല്ല, ഇറാഖിന്റെ പണം കൊണ്ടല്ല. ലോകത്തിലെ ഇന്നിപ്പോ നല്ലൊരു എന്താ പറയാ കച്ചവടക്കാരനാണ് ചൈന, സംശയമില്ല. ചൈനയുടെ പ്രോഡക്റ്റ് നടന്നിട്ട് നമുക്ക് നടക്കാൻ വയ്യ. വലിയ ക്വാളിറ്റി ഇല്ലായിരിക്കും, പഴയ ജപ്പാൻ പോലെ ക്വാളിറ്റി ഉള്ളതല്ല ചൈനക്കാരൻ്റെത്. പക്ഷെ ചൈനക്കാരൻ്റെയാണ് നമ്മളെ കൊണ്ടു നടക്കുന്ന പലതും. അവനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിപണി കൈയടക്കുന്നയാൾ. ഒരു സംശയം വേണ്ട കാര്യം. അത് നമുക്കറിയാമല്ലോ. ആ നഗരം ഏതാണ്? ആധുനിക പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കാലിഫോർണിയയിലെ വളരെ 2 നഗരങ്ങളുണ്ട്. ഒന്ന് ലോസ് ആഞ്ചൽസ് ആണ്, 2 സാൻ ഫ്രാൻസിസ്കോ എന്ന നഗരമാണ്. ന്യൂയോർക്ക് കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്ന നഗരം സാൻ ഫ്രാൻസിസ്കോയാണ്. ന്യൂയോർക്കാണ് നമ്പർ 1. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പന്ന നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ. അത് 7 മലനിരപ്പിരിക്കുന്ന ഒരു നഗരമാണ്. ഭൂമിയിലെ എല്ലാ മ്ലേച്ഛതകളുടെയും കേന്ദ്രമാണ്. ലോകത്തിലെ ഗേ മാരേജ്, ലെസ്ബിയൻ മാരേജ് നിയമവിധേയമായി അനുവദിച്ചു കൊടുത്ത ആദ്യത്തെ സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. ഇന്നും വർഷത്തിലൊരിക്കൽ ഈ ഗേ ആൻഡ് ലെസ്ബിയൻ പരിപൂർണ നഗ്നരായി സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലൂടെ നടത്തുന്ന ഒരു വലിയ റാലിയുണ്ട്. അവര് വിവസ്ത്രരായി സ്ത്രീകളും പുരുഷന്മാരും നടത്തുന്ന റാലി പ്രസിദ്ധമാണ്. പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതാണ്, നമ്മുടെ ഭാഷയെ കുപ്രസിദ്ധവും. ഇനി ലോകോത്തര വാണിജ്യ കേന്ദ്രമാണ് സാൻ ഫ്രാൻസിസ്കോ നഗരത്തിന്റെ ജോഗ്രഫിക്കൽ ഇത് നമ്മളത് പഠിച്ചാൽ അതിന് പറ്റിയ ഒരു സ്ഥലമാണത്. ചൈനയുടെ സിലിക്കോൺ വാലി എന്നറിയപ്പെടുന്നു. സിലിക്കോൺ വാലി ലോകത്തിലെ ചൈനയുടെ വാണിജ്യ കേന്ദ്രങ്ങളായ ഒരുപാട് രാജ്യങ്ങളുടെ കപ്പലുകൾ നിരന്തരം അടുക്കുന്ന അതിവിശിഷ്ട തുറമുഖ നഗരമാണത്. കച്ചവട കേന്ദ്രമാണത്. അതിസമ്പന്ന നഗരമാണ്. ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി ചേരുന്നത് പഴയ ബാബിലോണിന്റെ പ്രതാപം ഇന്ന് നിലനിൽക്കുന്നത് കൊമേഴ്സ്യലി സമ്പന്നതയിൽ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിനാണ് ഇണങ്ങുന്നതാണ് ആധുനിക കാലത്തെ പഠനങ്ങൾ റിപ്പോർട്ട്. ഞാൻ ഈ കാര്യം അമേരിക്കയിൽ താമസിക്കുന്നവരോ ഈ കാര്യങ്ങൾ അറിയാവുന്നവരോ അതുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
ഈ പത്രത്തിന്റെ വിളിച്ചതിൽ. എനിക്ക് വളരെ അടുത്തൊരു ഫ്രണ്ടുണ്ട്. പുള്ളി കാലിഫോർണിയയിലെ സനോസയിലാണ് താമസം. അവിടെ ഒരു ചർച്ച ഉണ്ട് അദ്ദേഹത്തിന്. വളരെ അടുത്ത സ്നേഹിതനാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു മുറി കഴിഞ്ഞിട്ടുള്ളവരാണ് ദീർഘനാളുകൾ. അപ്പം ഇടയ്ക്ക് എന്നെ വിളിക്കും, ഞങ്ങൾ ഇതുപോലെ സംസാരിക്കും. അദ്ദേഹം ഇപ്പം ഓസ്ട്രേലിയയിലാണ്. മടങ്ങി വീണ്ടും കാലിഫോർണിയയിലേക്ക് അദ്ദേഹം ചെത്തി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി വിളിച്ചിട്ട് ഈ വിഷയം ഞാൻ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും 100% ഈ പറയുന്ന കാര്യങ്ങൾ ഇണങ്ങുന്ന ഒരു നഗരമാണ് കാലിഫോർണിയയിലെ ഈ പറയുന്ന സാൻ ഫ്രാൻസിസ്കോ നഗരം. ലോസ് ആഞ്ചൽസ് അറിയാമല്ലോ, ഫിലിം ഇൻഡസ്ട്രിയുടെ കേന്ദ്രമാണ് ലോസ് ആഞ്ചൽസ്. അപ്പോ തിന്മയ്ക്ക്, അശുദ്ധിക്ക് പേരുകേട്ട നഗരവും സമ്പന്ന നഗരവും കച്ചവടമുള്ള ആളുകളെയെല്ലാം എന്താ പറയാ, കോടാനുകോടി ഡോളർ വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമായ ഒരു നഗരമായി ഈ നഗരത്തെ കാണുന്നു. അതുകൊണ്ട് ബാബിലോണിന്റെ മതം റോമിലേക്കും ബാബിലോണിന്റെ പ്രതാപവും മ്ലേച്ഛതയും അഹന്തയും ഈ അമേരിക്കൻ നഗരത്തിലേക്കും ചേക്കേറി എന്നാണ് ആധുനിക വേദപണ്ഡിതാക്കളുടെ നിലവിൽ മറ്റൊന്ന് കണ്ടെത്തുന്നത് വരെ നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനൊരു ലോകത്തിലെ വൻ വാണിജ്യ കേന്ദ്രമായി മാറാനുള്ള ശ്രമങ്ങൾ മറ്റ് രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ അവർ ആ സ്ഥാനത്തേക്ക് വന്നേക്കാം. നമുക്കിപ്പോഴൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കുകയില്ല. നിലവിലുള്ള തെളിവുകളുടെ മാനദണ്ഡത്തിലാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. നിലവിൽ ഈ ബൈബിൾ വാക്യങ്ങളുടെ സൂചനകൾ അല്ലെങ്കിൽ ആ സൂചിക നീണ്ടു നിൽക്കുന്നത് ഞാൻ ഈ മഹാനഗരത്തിന് നേരെയാണ്. നാളെ ലോകോത്തരമായ ഒരു കേന്ദ്രമായി സൗദി അറേബ്യ മാറിയേക്കാം, മറ്റേതെങ്കിലും രാജ്യം മാറിയേക്കാം. ഇതിനൊക്കെ സാധ്യതകളും തള്ളിക്കളയാൻ ഒക്കുകയില്ല. ഞാൻ ഈ കാര്യങ്ങൾ വേദപുസ്തക വാക്യങ്ങൾക്ക് തുല്യമായി തെറ്റിക്കൂടായ്മയുള്ളതാണെന്നും ഞാൻ അവകാശപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഫ്ലെക്സിബിലിറ്റി പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബൈബിൾ വ്യാഖ്യാതാക്കൾ അങ്ങനൊരു അപായ സൂചന കാണുന്നുണ്ട്. നമ്പർ 1 മ്ലേച്ഛത, ലെസ്ബിയൻ വിവാഹം നിയമവിധേയമാക്കിയ സ്ഥലം, അത് ഗേ മാരേജ് നിയമവിധേയമാക്കിയ സ്ഥലം, നിയമവിരുദ്ധമായിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോ ലോകരാജ്യങ്ങൾ നിയമവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണത്. ചില അപൂർവം രാജ്യങ്ങൾ ഒഴിച്ച്. ഒരു ഗേ പുരുഷനും കല്യാണം കഴിച്ച് ചർച്ചയിൽ വന്നാൽ നമ്മുടെ സഭ വിലക്കുന്ന, ഇവിടെ വിലക്കും. നമ്മൾ കേരളത്തിലെ സഭകൾ വിലക്കും. കേരളത്തിലെ സഭ വിലക്കാൻ അധിക കാരണം വേണ്ട. വെള്ളയിട്ടുകൊണ്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ വിലക്കി കളയും. ആഭരണം വിട്ടവരെ വേണേൽ മുടക്കി കളയും. ഇവിടെ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ. ഈ സ്വഭാവം വെച്ചുകൊണ്ട് നമുക്ക് ലോകത്തെ എല്ലാ രാജ്യത്തും പോകാൻ ഒക്കുകയില്ല. അവിടെ ആളുകളെ അങ്ങനെ വിലക്കാൻ ഒക്കുകയില്ല. സ്വവർഗ വിവാഹം കഴിച്ച 2 പുരുഷന്മാർ സഭ വന്നാൽ അവർ ഗേ ആണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത രാജ്യങ്ങളുണ്ട്. നടപടിയെടുത്താൽ പാസ്റ്റർ ജയിലിൽ പോകും. കാരണം അവരുടെ പൗരാവകാശത്തെ നിഷേധിച്ചു എന്ന വകുപ്പ് ചുമത്തി പാസ്റ്ററെ വേണേ ജയിലിലിടാം. നമുക്കിവിടെ പറയാം, നമുക്ക് മുടക്കാം. എൻ്റെ ഭാര്യയാണ് എൻ്റെ കൂടെ വന്നേക്കുന്നതെന്ന് ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയെ ചൂണ്ടിപ്പിച്ചാൽ ഞങ്ങൾ ലെസ്ബിയൻസ് ആണ്, ഞങ്ങൾ കല്യാണം കഴിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ സഭയിൽ വരാൻ സന്തോഷം തോന്നുന്നു, അത് അതിശയിക്കാനില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സാജു മാത്യുവിന്റെ ഒരു പ്രസംഗം കേട്ടു. സാജു എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. ഞങ്ങൾ നേരത്തെ ഒരുമിച്ച് ഒക്കെ ഉണ്ടായിരുന്നവരാ. സാജുവിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു കാര്യം, ഒരു സാജു കഴിഞ്ഞപ്പോ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ പ്രാർത്ഥിക്കാനായി വന്നിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥിക്കാൻ വന്ന അവള് സാജുവിനോട് ആവശ്യപ്പെട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
മറ്റൊരിടമായതുകൊണ്ട് സാജി ചോദിച്ചു, ഫോർ വാട്ട്? ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവിനെ ഒന്ന് മാറണം, വേറെ ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെയുണ്ട്? കാലം പോയ ബുക്ക് മനസ്സിലാക്കണം. ഈ ഭർത്താവിനെ വേണ്ട, ഒരു നല്ല ഭർത്താവിനെ തരാൻ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. സാജി പറഞ്ഞു, നടക്കുകയില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് പറഞ്ഞോട്ടു. ഞാൻ പറഞ്ഞത് ഇതാണ് കാലം, കാലത്തിന്റെ മാറ്റം അതാണ്. കാലത്ത് നമ്മൾ പറഞ്ഞ പല വിശുദ്ധിയുമല്ല ഇന്നത്തെ വിശുദ്ധി. ഇന്ന് അശുദ്ധിയും അഴുക്കിലും രസിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണ്. അപ്പോ ഇതിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്ന നഗരമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയെങ്കിൽ ആ മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചു കളയും. അതൊരു പക്ഷേ ശത്രുവിന്റെ കനത്ത ബോംബിംഗ് ആകാം, എന്തെങ്കിലും ആകാം. അതെന്താണെന്ന് വ്യക്തമായോട് പറയുന്നില്ല. എന്നാൽ 10-ാം അധ്യായത്തിലെ കേന്ദ്രം അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് നശിക്കുകയല്ല. ആന്റി ക്രൈസ്റ്റും സൈന്യവും ആ നഗരത്തെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുകയാണ്. വാർ നടക്കുകയാണ്. എന്നാൽ 18-ാം അധ്യായത്തിലെ കേന്ദ്രം യുദ്ധത്തിൽ തകരുകയല്ല, പെട്ടെന്ന് നശിപ്പിച്ചു കളയാണ്. അത് ഒരുപക്ഷെ ദൈവത്തിന്റെ ഇടപെടലാകാം, ഇല്ലെങ്കിൽ അന്നത്തെ മറ്റേതെങ്കിലും ശക്തികളുടെ പ്രതികാരം എന്ന വണ്ണമുള്ള ഇടപെടലുമാകാം. അതാണ് 18-ാം അധ്യായത്തിലെ കാര്യം. അവിടെ ചില വിൽപ്പനച്ചരക്കുകൾ കേട്ടോ, രസകരമായ ചിലതുണ്ട്, കൗതുകമുള്ളത്. ഒന്ന്, മാനുഷദേഹം. വിൽപ്പന ചരക്കിൽ ഒന്നാണ് മനുഷ്യ ദേഹം, ബോഡി, ഹൃദയം, കിഡ്നി, കരൾ, ബ്രെയിൻ, ബോഡി ചരക്കായി മാറും. അത് വിപണിയിൽ കിട്ടാനുണ്ടെങ്കിൽ എന്തുവരെ കൊടുത്തും മേടിക്കാനിവിടെ ആളുണ്ട്. കുറെ നാള് മുമ്പ് ലൈറ്റ് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളത്തെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു വാർത്ത വന്നിരുന്നു. അവിടെ അതിരീവ രഹസ്യമായി അവിടുത്തെ ഡോക്ടർമാർ അവയവ കൈമാറ്റ കച്ചവടത്തിന്റെ ആളുകളായി മാറുന്നു എന്ന വാർത്ത. രോഗി ചെന്ന് കയറുമ്പോൾ ആ രോഗി മരിച്ചില്ലെങ്കിൽ അവനെ കൊന്ന് അവന്റെ അവയവം വേറൊരാൾക്ക് വേണേൽ മാറ്റി വയ്ക്കാം. വെന്റിലേറ്ററിലായി കഴിഞ്ഞാൽ ഉറ്റവരോ ഉടയവരോ അതിനകത്ത് കയറാൻ അനുവാദമില്ല. മരിച്ച ബോഡി വെന്റിലേറ്ററിൽ 1.5 ആഴ്ച കൂടെ ഇട്ടിട്ട്, ജീവൻ പോയി ഇട്ടിട്ട് അത്രയും ഇത് പുറത്തറിയുന്നില്ല മരിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം. പിന്നെ മരണാസന്നനായോ ആക്സിഡന്റായോ ചെല്ലുന്നവരുടെ അവയവങ്ങൾ കച്ചവടം നടത്തുന്നു. പ്രധാനപ്പെട്ട അവയവങ്ങൾ, ഹൃദയം, വൃക്കകൾ, ഇതൊക്കെ കൈമാറ്റം ചെയ്ത് നമ്മളാരും അറിയുന്നില്ല. വൻ തുകകൾ കമ്മീഷനായി കൈപ്പറ്റാൻ പറ്റും. കാരണം അങ്ങനെ അവയവങ്ങൾ ദ്രവിച്ചു പോയ, ക്ഷയിച്ചു പോയ ആളുകൾ ഇത് വാങ്ങാൻ കാത്തു നിൽക്കുകയാണ്. അതിനെ വഴങ്ങിക്കൊടുക്കുന്ന ഡോക്ടർമാർക്ക് നല്ല തുകയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞൊരു ന്യൂസ്, ഒരു സെൻസേഷണൽ ന്യൂസ് നമ്മുടെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങളിൽ ചിലെങ്കിലും ഇത് കണ്ടു കാണും, നിങ്ങളിൽ ചിലെങ്കിലും ഇത് ശ്രദ്ധിച്ചു കാണും. അപ്പൊ ഇവിടെ മാനുഷദേഹം ഒരു കച്ചവട ചരക്കായി മാറും. അടുത്തതാണ് മാനുഷപ്രാണൻ. മനുഷ്യപ്രാണൻ എന്തിലായിരിക്കുന്ന അറിയാലോ. മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണെന്ന് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ മാനുഷപ്രാണൻ എന്ന് പറയുമ്പോൾ നിലകളിലുണ്ട്. അതിൽ പ്രധാനമായും ബ്ലഡ് ബാങ്കുകൾ വഴിയുള്ള കച്ചവടമാകാം. അപ്പൊ ഇത്തരത്തിലൊക്കെ കച്ചവട സാധ്യതകൾ കണ്ടെത്തുന്ന ഒരു മഹാനഗരത്തെയാണ് 1 മണിക്കൂർ കൊണ്ട് നശിപ്പിച്ച് കളയുന്നത്. 1 മണിക്കൂർ കൊണ്ട് ആ ബാബിലോണിന്റെ ഐശ്വര്യവും പ്രതാപവും നശിച്ചു. ബാബിലോണിന് സമ്പന്നത കിട്ടിയത് ഇവർക്കും, ബാബിലോണിന്റെ മതം കിട്ടിയത് റോമയ്ക്കുമാണ്. ഇത് രണ്ടും ഒരിടമല്ല, രണ്ടിടമാണ്.
ഭാവി കാലത്ത് ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കണ്ടിട്ട് ദൈവദാസനായ യോഹന്നാനിലൂടെ അത് തന്നതാണ് നമ്മൾ ഇപ്പോണ്ടിരിക്കുന്നത്. അപ്ഡേറ്റ് ആക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ചില വിഷയങ്ങൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കണം. ഒരേ ആശയത്തിൽ നിൽക്കാൻ നമുക്ക് ഒക്കുകയില്ല. ആശയങ്ങൾക്ക് മാറ്റവും വരാം. ഈ സാഹചര്യത്തിൽ അതിങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. കൊല്ലം കഴിയുമ്പോൾ ആ ഇന്റർപ്രിട്ടേഷൻ മാറ്റി വേറൊന്നാക്കേണ്ടി വരുന്ന ഭാഗങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലാണ്ടോ. ഉദാഹരണത്തിന് വെളിപ്പാട് അധ്യായം, അവിടെ യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട പദ്ധതിയുണ്ട്. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും യേശു ക്രിസ്തു തന്നെയാണ്, മാറ്റമില്ല. എന്നാൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ അങ്ങനെ തന്നെ ഇന്നുമാകണമെന്ന് നിർബന്ധമില്ല. മാറ്റങ്ങൾക്ക് വിധേയമാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ. അതിനകത്ത് നമ്മള് അയ്യോ അങ്ങനെയാണോ നീ ചിന്തിക്കുന്ന കാര്യമില്ല. അങ്ങനെ പറ്റൂ. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ, ഒരിക്കലും മാറ്റമില്ല. എന്നാൽ ഭാവികാല സംബന്ധമായ വ്യാഖ്യാനങ്ങൾ അങ്ങനെ ആകണമെന്നില്ല. അത് നിങ്ങൾക്ക് ഇതുവരെയുള്ള നമ്മുടെ പഠനത്തിന്റെ പോക്കിനിടയിൽ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എതിർ ക്രിസ്തു റോമയിൽ നിന്ന് വരും. റോമാ നഗരത്തിലെ മഹദിയാം ബാബിലോൺ, റോം ഇതിനെല്ലാം എതിരായിരിക്കും. റോമ ദൈവത്തിന്റെ ഏറ്റവും വലിയ കോപപാത്രമാകും. എല്ലാത്തിൻ്റെയും കേന്ദ്രം റോമാണ്. ഈ വീക്ഷണങ്ങൾ നമുക്ക് ഒരു കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനില്ല. എതിർ ക്രിസ്തു റോമാ സാമ്രാജ്യക്കാരനായിരിക്കുന്നവരെ അന്ന് പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ ചിന്തയില്ല. എതിർ ക്രിസ്തു റോമാ സാമ്രാജ്യക്കാരനല്ല. എതിർ ക്രിസ്തു പഠിപ്പിച്ചവർ വരെയുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. പുള്ളിയല്ല ഇതിന്റെ ആള്. എതിർ ക്രിസ്തുവുമായി അതിന് ബന്ധമൊന്നുമില്ല. അപ്പൊ അന്ന് തിയോളജിയന്മാർ റോമിനെ കൂട്ടിൽ നിർത്തിക്കൊണ്ട് വ്യാഖ്യാനിച്ച വ്യാഖ്യാന രീതിയാണത്. എന്നാൽ കുലങ്കഷമായും വസ്തുനിഷ്ഠമായും നാം ദാനിയേൽ പ്രവചനത്തെയും വെളിപ്പാടിനെയും വ്യാഖ്യാനിച്ചാൽ ഒരിക്കലും എതിർ ക്രിസ്തു വരുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നല്ല. എതിർ ക്രിസ്തു വരുന്നത് പശ്ചിമ ഇന്ത്യയിൽ, അതായത് ഈ പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെ ആയിരിക്കണം. കാരണം റോമാ സാമ്രാജ്യത്തിന്റെയും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെയും സംയുക്ത രൂപമാണ് എതിർ ക്രിസ്തുവിന്റെ കിങ്ഡം. അത് വെളിപ്പാടിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ 18-ാം അധ്യായത്തിന്റെ വ്യാഖ്യാനം ഏറ്റവും സമ്പന്നമായ ഒരു വാണിജ്യ കേന്ദ്രത്തിന്റെ തകർച്ചയാണ്. ആ വാണിജ്യ കേന്ദ്രത്തിന്റെ തകർച്ച, അതിനൊരു മുന്നോടിയാണ് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററുകളുടെ തകർച്ച. ലോക വ്യാപാര കേന്ദ്രമായിരുന്ന ഇരട്ട ഗോപുരങ്ങളിലേക്ക് ഇസ്ലാമിക തീവ്രവാദികൾ വിമാനങ്ങൾ, ഇന്ധനം നിറച്ച വിമാനങ്ങളാണ്, ഇടിച്ച് കയറ്റി ഇരട്ട ഗോപുരങ്ങൾ നിലംപൊത്തി വെറും തറയും കുറെ അവശിഷ്ടവും മാത്രമായി. എല്ലാം ദഹിച്ച് വെണ്ണീറായി. അത്തരത്തിൽ അതിസമ്പന്നമായ വ്യാപാര കേന്ദ്രത്തെ തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് വെളിപ്പാട് 18-ൽ നമ്മൾ കാണുന്നത്. അപ്പൊ അത് നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതിനുള്ള സാധ്യതകൾ പല രാജ്യങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് കാലിഫോർണിയൻ നഗരമായ ലോസ് ആഞ്ചൽസ് എന്ന നഗരത്തെയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ പഠനങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. അതങ്ങനെ തന്നെ നമ്മൾ ശോധന ചെയ്യണം. ഞാനിതിൻ്റെ ഒരു മോഡേൺ വ്യൂ ആണ് ഇന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ഇത് മറ്റു പലരും നേരത്തെ പറഞ്ഞിട്ടുള്ളതാകണമെന്നില്ല. അങ്ങനെയുള്ള വീക്ഷണങ്ങളും ഇന്ന് രംഗത്ത് വരുന്നുണ്ടെന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഭൂമിയുടെ 2 കേന്ദ്രങ്ങൾ, ഒന്ന് മതകേന്ദ്രം, മറ്റൊന്ന് കച്ചവട കേന്ദ്രം.
രണ്ടിനും മഹാപീഡന കാലത്ത് വൻ നാശം ഉണ്ടാവും. രണ്ടിനെയും നശിപ്പിച്ച് തകർത്തുകൾ. അവ രണ്ടിന്റെ പ്രസക്തി നഷ്ടപ്പെടും. ആന്റി ക്രൈസ്റ്റ് മാത്രം തല ഉയർത്തി നിൽക്കും. ലീഡറിന്റെ കീഴിൽ ലോകം അവന്റെ വിരൽ തുമ്പിലാവും. അവൻ ഈ ലോകത്തെ അമ്മാനമാടും. സകലത്തെയും അവൻ നിയന്ത്രിക്കും. ക്രിസ്തുവിനെതിരെ തിരിക്കും. യഹൂദന്മാർക്ക് വലിയ അഴിച്ചുവിടും. ദൈവജനത്തിനെതിരെയുള്ള അവന്റെ സംഹാര താണ്ഡവം ബുദ്ധിയോടെ അവൻ ചെയ്യും. എന്നാൽ ദൈവം തന്നെ ജനത്തെ അവിടവിടങ്ങളിലായി സംരക്ഷിക്കും. ഈ സമയത്ത് സ്വർഗത്തിലായിരിക്കും. ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം നടക്കുമ്പോൾ സഭത്തിലാണ്. സഭ താഴെയൊന്നുമല്ല. അത് നേരത്തെ നമ്മൾ ആണ്. എങ്കിലും ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വെളിപ്പാട് 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കാം. 18-20. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുമായി ഉള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. മതി. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആയുള്ളവരെ. വിളി സ്വർഗത്തിലേക്കാ. അപ്പൊ വിശുദ്ധന്മാര്, അപ്പോസ്തലന്മാര്, പ്രവാചകന്മാർ, ഇതാരാ? സഭയുള്ളവരാ. പിതാക്കന്മാരെ നല്ല വിളി. ഗോത്ര പിതാക്കന്മാരെ നല്ല വിളി. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരുമായുള്ളവരെ. അപ്പൊ അവരെവിടെയാണ്? അവർ സ്വർഗത്തിലാണ്. അപ്പൊ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അക്ഷരികമായും സ്വർഗത്തിലാണ്. അത് ഉറപ്പ് കാര്യമാണ്, തർക്കമില്ല. അങ്ങനെ സഭ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നിന്ന് നമ്മള് വാണിജ്യ ബാബിലോണെ കുറിച്ചാണ് പഠിച്ചത്. സഭ ബാബിലോണിന്റെ നാശം കഴിഞ്ഞാൽ ഉടനെ വാണിജ്യ ബാബിലോണിന്റെ നാശവും സംഭവിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഈ 2 ദിവസങ്ങളിൽ വളരെ പ്രധാനമായും പഠിച്ചത്. കാര്യങ്ങൾ ഏറെക്കുറെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ ഏതെങ്കിലും എഴുതാനുള്ളതോ റെഫറൻസ് വേണ്ടതോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചതിന് ശേഷം ഞാൻ അതിനെ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.